സൈക്കിൾ മോഷണം പോയാൽ എന്തു ചെയ്യും? പോലീസിൽ പരാതിപ്പെടും, അല്ലെങ്കിൽ പുതിയൊരെണ്ണം വാങ്ങും. എന്നാൽ കോഴിക്കോട് 9 വയസ്സുകാരൻ തന്റെ മോഷണം പോയ സൈക്കിൾ അതിസാഹസികമായി കണ്ടെത്തിയിരിക്കുകയാണ്. സിനിമയെ വെല്ലുന്ന കഥയാണ് ഇപ്പോൾ പെരുമണ്ണക്കാർക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ആദം റൈഹാന്റെ സൈക്കിൾ മോഷണം പോകുന്നത്. പതിവ് പോലെ മദ്രസയിലെ ക്ലാസ്സിനായി സൈക്കിൾ ഒതുക്കി വെച്ചാണ് 9 വയസ്സുകാരനായ ആദം റൈഹാൻ പഠിക്കാൻ കയറിയത്. എന്നാൽ തിരിച്ചിറങ്ങിയപ്പോഴാണ് സൈക്കിൾ മോഷണം പോയ വിവരം റൈഹാൻ അറിയുന്നത്. മദ്രസ അധ്യാപകരും കുട്ടികളും ചേർന്ന് അന്വേഷണം നടത്തിയെങ്കിലും സൈക്കിൾ കണ്ടെത്താനായില്ല. സൈക്കിൾ പോയ വിഷമത്തിലിരിക്കുമ്പോഴാണ് തന്റെ മോഷണം പോയ സൈക്കിളിൽ മറ്റൊരാൾ വരുന്നത് കണ്ടത്. സൈക്കിൾ തന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ റൈഹാൻ നേരെ റോഡിലേക്ക് ചാടി വീണു. കായികബലം കുറവായ കുഞ്ഞു റൈഹാന് സൈക്കിളുമായി വന്ന യുവാവിനെ ആദ്യം നേരിടാൻ കഴിഞ്ഞില്ല. എന്നാൽ ധൈര്യം സംഭരിച്ച് റൈഹാൻ സൈക്കിൾ തള്ളി താഴെയിടുകയായിരുന്നു. ഇതോടെ നാട്ടുകാരും ഓടിക്കൂടി. അങ്ങനെ സ്വന്തം സൈക്കിൾ റൈഹാൻ തന്നെ കണ്ടെത്തി നേടിയെടുക്കുകയായിരുന്നു. കിട്ടിയില്ല പറഞ്ഞപ്പോൾ ഞാൻ പോവാ ബാക്കോട്ട് തിരിയുമ്പോൾ അത് കിട്ടിയാല് ആളിൻ്റെ സൈക്കിൾ എടുത്ത് പോകുമ്പോൾ ഞാൻ ഓടിപ്പോയി അയാളെ സീറ്റ് പിടിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പം ഞാൻ ബാക്കിൽ നിന്ന് ഒരു ഉണ്ട് കൊടുത്തപ്പോൾ അയാൾ നേരെ പോയി കൊണ്ടുപോയി. അപ്പോൾ അയാൾ കാട്ടിനെ അടിക്കാൻ വന്നപ്പോൾ ആൾക്കാർ വന്നിട്ട് അയാളെ കെട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരൊക്കെ വന്ന് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട്. ഇവന്റെ മനസ്സിലതാണല്ലോ, എങ്ങനെയെങ്കിലും എൻ്റെ സൈക്കിൾ ഒന്ന് കണ്ടെത്തണം എന്നാണ് അവന് മനസ്സിലുള്ളത്. അപ്പോൾ അവന് ഇങ്ങനെ നോക്കുന്ന സമയത്തുണ്ട് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തി ഇങ്ങനെ സൈക്കിളിൽ പോകുമ്പോൾ ഇവന് സൈക്കിളിന്റെ പിന്നാലെ ഓടി സൈക്കിൾ പിടിച്ചപ്പോൾ ഇവന്റെ ചെറുപ്രായവും ഇവന് അതിൽ സൈക്കിൾ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവന് വീണ്ടും അവന്റെ ധൈര്യം കാണിച്ചുകൊണ്ട് സൈക്കിൾ തള്ളിയപ്പോൾ സൈക്കിളും ഇവനും അന്യ സംസ്ഥാന തൊഴിലാളിയും കൂടി റോട്ടിലേക്ക് വീഴും. അപ്പോഴേക്കും നാട്ടുകാർ ഒരുമിച്ച് കൂടുകയാണ് ചെയ്തത്. ഇപ്പോൾ കൂട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാം ഹീറോയാണ് റൈഹാൻ. നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അവരോടും പറഞ്ഞു, ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന സമയത്തെ സേഫ്റ്റി മുഖ്യമാണല്ലോ, നമ്മളെ കാര്യം കറക്റ്റ് നോക്കണമല്ലോ. അപ്പം നാട്ടുകാരൊക്കെ ഭയങ്കര പ്രൗഡാണ്. ETV ഭാരത്, കോഴിക്കോട്.